വെൽക്കം ടു ജി ഹണ്ടർ. ഞാൻ നിങ്ങളുടെ സ്വന്തം രാകേഷാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻസ്, നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമോ, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകുമോ എന്നുള്ള എൻ്റെ പ്രഡിക്ഷൻ, പിന്നെ പുട്ട് ഹോൾഡ് ചെയ്യുന്നവരും കോൾ ഹോൾഡ് ചെയ്യുന്നവരും എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് നോളജബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കണ്ടീഷൻസ് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകുമെന്ന്. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാൽ എന്ത് ചെയ്യണം, ഉടനെ തന്നെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറണമെന്നും പറഞ്ഞു. സൈഡ് വൈസ് ഓപ്പൺ ആയി കഴിഞ്ഞാലും പറഞ്ഞു ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് മാറണമെന്ന്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുകയാണെങ്കിൽ, അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മൾ പുട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ലോസിലായിരിക്കും. അപ്പോൾ ആ ലോസിലിരിക്കുന്ന ആ സെയിം ലോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1-2 ലോട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സെയിം സ്ട്രൈക്ക് പ്രൈസിലേക്ക് 1-2 ലോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഗ്യാപ്പ് ഫില്ലാകുമ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിലും നടന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുമ്പം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടാവാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സോണിൽ നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഇങ്ങോട്ടൊരു ഫസ്റ്റ് ടാർഗറ്റ് 48,519 വെച്ചിട്ട് ഫസ്റ്റ് ടാർഗറ്റ് എടുക്കാം. എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് തിരിച്ചിവിടെ വന്ന് പുൾ ബാക്ക് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രം മുകളിലേക്കുള്ള സിയിലേക്ക് എൻട്രി എടുക്കാവുള്ളൂ. അതായത് കോൾ മേടിക്കാൻ പാടുള്ളൂ. ബുള്ളിഷ് കൺഫർമേഷൻ തന്നു കഴിഞ്ഞിട്ട് മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. അതിനു മുമ്പ് ചാടി കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ താഴത്തേക്കും 48,016 ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്, ബെയറിഷ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വരുന്നത് 47,881. ഈ മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ഇത് നാളെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ക്യാൻഡിൽസിന് മൂവ് ആവാൻ ക്യാൻഡിൽസിന് സ്ഥലം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെയിം ഒരു സോണിലാണുള്ളത്. ഈ സോണ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് അത് ഇവിടെയാണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റെസിസ്റ്റൻസ് വന്നിട്ട് ഇവിടെയാണ്, 48,851 ആ ഒരു ഏരിയയിലാണ് സെക്കൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് 2 ടാർഗറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞിട്ട് നല്ല ബുള്ളിഷ് സിഗ്നൽ കിട്ടുവാണെങ്കിൽ 2 ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് 48,529, സെക്കൻഡ് ടാർഗറ്റ് 48,533. ഈ ഒരു ഏരിയ വരെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് മുകളിലേക്കുണ്ട്. അതേപോലെ തന്നെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 47,880, സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് ഇല്ല കാരണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഈ 47,833 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്തിട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഡൗൺ സിഗ്നൽ തരുവാണെങ്കിൽ, ബിയറിഷ് സിഗ്നൽ തരുവാണെങ്കിൽ എൻട്രി എടുക്കുക. നല്ലൊരു ഫോള് നാളെ കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ. ഇനി നാളത്തെ ഗ്യാപ്പ് അപ്പ് ആകുമോ ഗ്യാപ്പ് ഡൗൺ ആകുമോ എന്നാണ് പറയാൻ പോകുന്നത്. അതായത് എൻ്റെ പ്രഡിക്ഷൻ, എൻ്റെ സ്ട്രാറ്റജി, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ്. നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതൽ. നാളെ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കോൾ ഹോൾഡ് ചെയ്യുന്നവർ
9:15 ആകുമ്പോൾ എണ്ണീറ്റ് അലാറം വെച്ച് എണ്ണീറ്റ് ചാർട്ട് ഓപ്പൺ ആക്കി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്തതിന് ശേഷം 9:15 ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്ത് മാറുക പ്രോഫിറ്റിൽ. ഒന്നായേ. ഇനി എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് വീണ്ടും പുട്ട് ബൈ ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യാം. 2 ട്രേഡായേ. ഇപ്പോൾ ഇനി അടുത്തത് പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ നാളെ എക്സിറ്റ് ചെയ്ത് മാറണ്ട, നാളെ ഗ്യാപ്പ് ഫില്ലാകും. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുക, ഒരു ലോട്ട് മേടിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ അപ്പോൾ മോസ്റ്റ്ലി എക്സിറ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കുക. എന്നാലും നാളെ ഗ്യാപ്പ് ഫിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പുട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, ഒരു ചെറിയ സ്റ്റോപ്പ് ലോസും വെക്കുക, എന്നിട്ട് ഗ്യാപ്പ് ഫിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ കോൾ ഹോൾഡ് ചെയ്യുന്നവർ ലോസിലായിരിക്കുമല്ലോ. ആ ലോസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 1-2 ലോട്ട് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സെയിം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്വാണ്ടിറ്റിയിലേക്ക് വീണ്ടും 2-3 ക്വാണ്ടിറ്റി പുട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. കൺഫേം ആയിട്ടും ഗ്യാപ്പ് ഫില്ലാകും. ഇതാണ് നമ്മളുടെ നാളത്തെ മാർക്കറ്റിൻ്റെ പ്രെഡിക്ഷൻ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്. ടാറ്റ, ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ.